ഹലോ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂകാംബികയിൽ പോയതും നമ്മൾ വൈകുന്നേരത്ത് അമ്പലത്തിൽ കയറി തൊഴുതതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ രാവിലെ വീണ്ടും ഞങ്ങൾ എണീറ്റ് ഇവർക്ക് എഴുത്തിന് ഇരുത്താറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഒരു നേർച്ച ഉണ്ടല്ലോ, നേർച്ച നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ ഡ്രസ്സൊക്കെ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഹെയറൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ഇനി എല്ലാവരും എണീറ്റിട്ടില്ല കേട്ടോ, ഏട്ടനൊന്നും എണീറ്റിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എണീറ്റവരിങ്ങനെ പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ. രാത്രി മഴ പെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ പിന്നെ എണീക്കേണ്ട കാര്യം മറന്നു പോയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് മാറി കിടക്കുമ്പോൾ എല്ലാവരും പറയും നമുക്ക് ഉറക്കം കിട്ടില്ല എന്ന്. പക്ഷേ ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അലാറം അടിച്ചതൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരാൾ എത്ര മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ട് അവൾക്ക് മതിയാവണില്ല കേട്ടോ. അവൾ തന്നെ സ്വയം ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ണെഴുതി കൊടുക്കാൻ പറഞ്ഞപ്പോഴേക്കും അവൾ അങ്ങോട്ട് പിണങ്ങി പോയിട്ടോ. അതാണ് ആ സീന്. അവരിപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് തന്നെ സ്വയം ചെയ്യണം. നമ്മൾ എത്ര ചെയ്ത് കൊടുത്താലും അവർക്കത് പെർഫെക്റ്റ് അല്ല എന്നൊക്കെ തോന്നും. അങ്ങനത്തെ ഒരു പ്രായമായി തുടങ്ങിയിട്ടുണ്ട് മക്കൾക്ക് ഇപ്പോൾ. അപ്പോൾ ഞാൻ ചെയ്യേണ്ട എന്നിട്ട് അവൾ തന്നെ ഒറ്റയ്ക്ക് കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഋഷിയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാനിട്ട് അവരുടെയൊക്കെ കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പുറത്തിറങ്ങട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രോപ്പ് ടോപ്പ് ഞാൻ തുന്നിയതാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനും. ഞാൻ തന്നെ നമ്മൾ തന്നെ നല്ലതെന്ന് പറയണ്ടേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഞങ്ങളിനി ഇറങ്ങട്ടെ കേട്ടോ. അവിടെ മറ്റവർ താഴെയാണ് റൂം. അപ്പോൾ അവരുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞിട്ട് താഴത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പുറത്ത് നോക്കുമ്പോൾ നല്ല ഇരുടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നന്നായിട്ട് നേരം വെളുത്തിട്ടില്ല കേട്ടോ. പിന്നെ അടുത്ത റൂമുകളിലുള്ളവരൊക്കെ ആരും അങ്ങനെ എണീറ്റിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇനി പോട്ടെ. നമ്മൾ നേരത്തെ പോയി അധികം തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് തൊഴാൻ പറ്റുമല്ലോ. പിന്നെ എഴുത്തിനെടുത്തുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റെസീറ്റൊക്കെ എടുക്കണം. പിന്നെ അതിനൊക്കെ റെഡി ആവണം. നല്ല തിരക്കുണ്ടാവുമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7 മണി മുതൽ ആണ് തുടങ്ങുന്നത് കേട്ടോ എഴുത്തിനിരുത്തലൊക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പോവുകയാണെങ്കിൽ തൊഴൽ കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടേക്ക് പോട്ടെ കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നടന്ന് പോയപ്പോഴത്തേക്കും പൂക്കൾ കണ്ടിട്ടോ. ഇവിടെ ഇങ്ങനെ ഓരോ പാത്രത്തിലുള്ള പാള വെച്ചിട്ടുള്ള ഇങ്ങനെ ഓരോ പ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ട് അതാണ് അവിടെ ദേവിക്ക് കാണിക്ക വെക്കാൻ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വെക്കാൻ വേണ്ടിയിട്ട് മുല്ലപ്പൂവൊക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ട് ഇവിടെ അമ്പലത്തിൽ പുറത്തൂടെയൊക്കെ നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാം. അതിനകത്തോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഫോണ് അലൗഡ് അല്ലാത്തത്. അപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ പുറത്ത് വെച്ചിട്ട് തന്നെയാണ് എഴുത്തിനിരുത്തുന്ന ഒരു സ്ഥലം കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചീട്ടൊക്കെ എടുത്തു. ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇങ്ങനെ വരി നിൽക്കുക. നമ്മൾ ഓരോരുത്തരുടെ കഴിഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ കുറേ നേരം പോസ്റ്റായി. പിന്നെ അവർ ചീട്ടൊക്കെ എടുത്ത് അവർ ആരാണോ എഴുത്തിനിരുത്തുന്നത് അവർക്ക് മാത്രമേ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. അത്രയും തിരക്കാണ്. അങ്ങനെ അവർ അങ്ങോട്ട് കയറി ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി താഴെ നിന്ന് കേട്ടോ. അങ്ങനെ ഞാനവിടെ നിൽക്കുമ്പോൾ ഇപ്പുറത്ത് എന്തൊക്കെയോ ഹോമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്നൊക്കെ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ആരെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിൽ നമുക്കിത് എന്താണ് എന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഇത് നമുക്കൊന്നും അറിയില്ല. നമ്മൾ കാണുന്നത് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. ഇത് എന്തിൻ്റെ ഹോമമാണ് എന്താ ഒന്നും അറിയില്ല. അപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ പറ്റുമെന്നും കൂടെ അറിയില്ല എനിക്കിട്ടോ. അപ്പോൾ അവരിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ എഴുത്തിന് ഇരുത്തുന്നത്. ഒരുപാട് പേര് അങ്ങനെ പരക്കനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വലിയവരും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരവിടെ എഴുത്തിനിരുത്തലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 7 മണി മുതൽക്കാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഒരു രഥം തന്നെയല്ലേ പറയാം, അങ്ങനെ ഒരു സംഭവം കണ്ടു. അപ്പോൾ അതൊക്കെ കണ്ട് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ എഴുത്തിനിരുത്തലൊക്കെ കഴിഞ്ഞ് പ്രസാദം മേടിക്കാൻ വേണ്ടി അവർ അവിടെ നിൽക്കാൻ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും അമ്പലം വലത്തിട്ട് വന്നപ്പോൾ അവിടെ ഇതുപോലൊരു സംഭവം കണ്ടിട്ട്. ഇത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു ലാഡറൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ദേവിയുടെ വിഗ്രഹം വെച്ചിട്ട് അതിങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോവുക. അങ്ങനെയൊക്കെ എന്തൊക്കെയുണ്ട്, ഇത്ര എന്തൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ പിന്നെ നല്ല തിരക്ക് തുടങ്ങി കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല തിരക്കായി. ഞങ്ങൾ ചെന്നപ്പോൾ അത്രയും തിരക്കുണ്ടായിരുന്നു. പിന്നെ ദേവി അങ്ങനെ അമ്പലത്തിന് ചുറ്റുഭാഗം ഇങ്ങനെ വലം വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ദേവി നമുക്ക് അകത്ത് കയറി കാണാതെ തന്നെ നമുക്ക് പുറത്ത് തന്നെ ദേവീനെ കാണാൻ പറ്റിയിട്ടോ. അപ്പോൾ അങ്ങനെ പുറത്തൂടെ അങ്ങനെ വലം വയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ദേവിയൊക്കെ തൊഴുത് ഞങ്ങൾ തിരിച്ചു പോകുന്നു. പ്രസാദമൊക്കെ മേടിച്ച് തിരിച്ചു പോകുന്നു കേട്ടോ. തിരിച്ചു പോരുമ്പോൾ ഒരുപാട് ഐറ്റംസ് നമ്മളെ കണ്ട് പിന്നെ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ അതിലേക്കാണല്ലോ കൂടുതലായിട്ട് പോവുക. അങ്ങനെ ഇതൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ഒരു നമ്മൾ ബാഹുബലി സിനിമയിൽ കാണുന്ന പോലെ ഇതുപോലെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടിട്ടോ. ഇവിടെ വെച്ചിട്ടാണ് കുട്ടികളുടെ അരങ്ങേറ്റമൊക്കെ നടത്തുന്നത് കേട്ടോ. ഞങ്ങൾ തലേദിവസം തൊഴുത് വരുമ്പോൾ ഇവിടെ ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് അരങ്ങേറ്റം നടത്തുക. അപ്പോൾ നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല, മഴ പെയ്തല്ലോ. ആ കാരണം കൊണ്ട് ഞങ്ങൾക്ക് അത് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് റൂം പോവുക ചെയ്തത്. അപ്പോൾ പ്രസാദം ഇത് ഇങ്ങനെ ലഡു ആണ് കേട്ടോ. ലഡു പിന്നെ എന്തോ ഒരു
എന്തോ ഒരു അവലോസും പൊടി പോലത്തെ എന്തോ ഒരു പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിശപ്പ് മാറ്റാൻ വേണ്ടി അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. ഞാൻ പുട്ടാട്ടോ മേടിച്ചത്. എനിക്ക് ഈ പൊറോട്ട വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പുട്ട് മേടിച്ചു. കുട്ടികളൊക്കെ അതാ പൊറോട്ട മേടിച്ചു. അങ്ങനെ കഴിക്കലോ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ റൂമിലെത്തി. 12:30 ആകുമ്പോഴത്തേക്ക് റൂം വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തെല്ലാം സെറ്റാക്കിയിട്ട് പിന്നെ ഞങ്ങൾ സാരിയൊക്കെ നമുക്ക് അഴിച്ചിട്ടപ്പോഴതിന് സമാധാനം കേട്ടോ. നമ്മൾ ആ ഒരു ചൂടും രാവിലെ ഞാൻ പറഞ്ഞല്ലോ പകൽ അവിടെ ചൂടും രാത്രിയാണ് മഴ കേട്ടോ. അപ്പോൾ അങ്ങനെ സാരിയൊക്കെ അഴിച്ച് ഞങ്ങൾ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി ഞങ്ങൾ മുരുടേശ്വർ പോവാണ് കേട്ടോ. അപ്പോൾ ടാക്സി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഹോട്ടലിലുള്ള ആളെന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമയത്തിന് വരും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഒക്കെ കഴിഞ്ഞിറങ്ങി കേട്ടോ. അങ്ങനെ ദാ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോഴേക്കും നമ്മൾ ആകെ ക്ഷീണിച്ച് ഞാൻ കയറിയത് ഓർമ്മയുണ്ട്, ഭയങ്കര ക്ഷീണം. ഞാൻ അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ അവിടെ എത്തിയിട്ടാണ് ഞാൻ പിന്നെ എണീക്കുന്നത്, മുരുടേശ്വരം എത്തിയപ്പോഴേക്കും. അപ്പോൾ ഉച്ചയാണ് കേട്ടോ. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ പുറത്ത് കാലെടുത്ത് വെക്കാൻ പറ്റില്ല, അത്ര വെയിൽ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. എത്തിയ ഉടനെ തന്നെ വിശപ്പ് തുടങ്ങി. 2:30-3 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയിട്ടോ. ഞാൻ കയറി ഉടനെ ഉറങ്ങി. പിന്നെ ഇവിടെ എത്തുമ്പോഴാണ് എണീക്കണേ. അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പിന്നെ ഫുഡ് കഴിക്കാനാട്ടോ ഡയറക്റ്റായിട്ട് പോയത്. ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോഴേക്ക് ഈ വെയിലത്ത് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നമുക്ക് ആകെ ഇങ്ങോട്ട് മടുപ്പായിട്ടോ. അങ്ങനെ എന്തായാലും ഇതാ ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹോട്ടലിൽ തപ്പിയിട്ട് നടക്കാൻ കേട്ടോ. അവിടെ എത്തിയപ്പോഴേക്കും നല്ല തിരക്ക്. മൂകാംബികയിൽ ഉള്ള അതിൻ്റെ ഡബിൾ തിരക്കാണ് ഇവിടെ. വണ്ടികളൊക്കെ റോഡ് ഇങ്ങോട്ട് ബ്ലോക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാൻ പറ്റാണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. അവിടെ നമുക്ക് പറ്റുന്ന ഭക്ഷണങ്ങളൊന്നുമില്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസാണ് കേട്ടോ. ഫ്രൈഡ് റൈസും വെജിറ്റബിൾ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ എല്ലാം രണ്ട് പോർഷൻ വാങ്ങിയിട്ട് നമ്മളതെല്ലാവരും ഡിവൈഡ് ചെയ്തിട്ട് കഴിക്കുക ചെയ്തിട്ടോ. എന്താ ടേസ്റ്റ് ഉണ്ട് ചോദിച്ചാൽ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്തായാലും അതൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ നമ്മുടെ ഉണക്കമീൻ കാണുന്നു. ഉണക്കമീൻ കണ്ടാൽ പിന്നെ നമ്മൾ ഒരിക്കലും ഇനി അത് കഴിക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ അങ്ങനെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ ഈ മുരുടേശ്വർ അമ്പലത്തിൻ്റെ ചുറ്റുഭാഗം കടലാണ് കേട്ടോ. കടൽ എന്നല്ലേ പറയാം, കടലോ കായലോ, കടലാണ്. കടൽ. അപ്പോൾ കടലിന് നടുക്കാണ് ഈ ഒരു സംഭവം. അപ്പോൾ എന്തൊരു രസമാണ് കാണാനറിയാം. നമ്മൾ അതിനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് മക്കൾ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിനുള്ള പ്രീ പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെല്ലാം ചുരിദാറൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. എങ്ങനെ കാണുമ്പോഴേ ഹമ്പോ ഇതൊക്കെ നമ്മൾ കയറി പോകണമെന്ന് വിചാരിക്കും, പക്ഷെ അതൊന്നും കയറി പോകണ്ട കേട്ടോ. ഇങ്ങനെ ഒരുപാട് തോണികളൊക്കെ ഉണ്ട്. അവിടെ നല്ല തിരക്കുള്ളൊരു കടൽ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ അവിടെ ലഗേജൊക്കെ അവിടെ ഒരു ഭാഗത്ത് കൊടുത്ത് ചെരുപ്പും എല്ലാം അവിടെ കൊടുത്ത് സെറ്റാക്കിയിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടോ. പിന്നെ ഒരുപാട് നേരം ബീച്ചിൽ തന്നെ ആയിരുന്നു. 5 മണിക്ക് ആണ് പിന്നെ നമ്മൾ ഈ അമ്പലത്തിൻ്റെ അകത്തേക്ക് എൻട്രി ടൈം അപ്പോഴാണ് തോന്നുന്നുണ്ട്. അതുവരെ നമ്മൾ ഈ ബീച്ചിൽ തന്നെ ആയിരുന്നു. അവിടെ ഒരുപാട് നേരം അവിടെ ഇരുന്നു ബീച്ചിൽ കളിച്ചിട്ട്. എന്തായാലും ഇത് കാണാത്തവർ പോയി കാണാം, സംഭവമാണ്. എനിക്ക് മൂകാംബികയെ പോയതിനെക്കാട്ടിലും ഇഷ്ടമായത് ഇവിടെ ചെന്നപ്പോഴാണ്. നമുക്ക് മൂകാംബിക ഇഷ്ടമായില്ല എന്നല്ല, പക്ഷെ അതിനേക്കാൾ ഏറെ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഓരോ പ്ലേസ് നമുക്ക് ഫോട്ടോയിലൊക്കെയാണ് ഞാൻ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഓരോ ഈ മാഗസീനിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇതുപോലത്തെ ഇങ്ങനത്തെ ഓരോ ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഫോട്ടോയിൽ കണ്ടത് നമ്മളിങ്ങനെ നേരിട്ട് കാണുമ്പോൾ ആ ഒരു ഫീൽ കേട്ടോ, സംഭവമായിരുന്നു. എന്തായാലും നല്ല അടിപൊളിയാണ്. കേട്ടിട്ടുണ്ട്, നല്ല കണ്ടോ ഈ ഒരു ശിവലിംഗം, ശിവൻ്റെ പ്രതിമ കാണുമ്പോൾ നല്ല അത്ഭുതം കേട്ടോ. ഈ നല്ലൊരു വ്യൂ ആണ്, ദൂരത്ത് നിന്ന് കാണുമ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങി ഞങ്ങൾ ചെല്ലുമ്പോൾ അധികം ആരും ഉണ്ടായിരുന്നില്ല. എല്ലാ സ്ഥലത്തും അങ്ങനെ ചെല്ലുമ്പോൾ ആരും ഉണ്ടാവില്ല, പിന്നെ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഏത് സ്ഥലത്ത് പോയാലും അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് ഇറങ്ങണ്ട അങ്ങനെ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ നിൽക്കിയിരുന്നു കേട്ടോ. പിന്നെ പിന്നെ നമുക്ക് പിന്നെ കയറാൻ തോന്നുന്നില്ല. നല്ല രസമായിരുന്നു. അങ്ങനെ ഒരുപാട് നേരം ഞങ്ങൾ കടലിൽ അങ്ങനെ കളിച്ച് തിമർത്തു. വെള്ളത്തിലിറങ്ങിയാൽ പിന്നെ നമുക്ക് കയറാൻ നല്ല പാടാണല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇറങ്ങി ഒരുപാട് സമയം നമുക്ക് എങ്ങനെയും 5 മണി ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു. പക്ഷേ 5 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല, അതാണ് പ്രധാന കാര്യം. 5:30 ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോഴേക്ക് കേട്ടോ. എന്തായാലും മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബീച്ച് ഭയങ്കര ഡേഞ്ചറാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. കുറച്ച് അങ്ങോട്ട് ദൂരം എത്തുമ്പോഴത്തേക്ക് തന്നെ അവിടുന്ന് വിസിൽ വരും ഇങ്ങോട്ടേക്ക് മടങ്ങി പോരാൻ വേണ്ടിയിട്ട്. അത്രയും പക്ഷേ അവിടെ നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതാണല്ലോ നമ്മൾ ചെയ്യുക. അങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു സിറ്റുവേഷൻ.
ഒരുപാട് ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അതിനൊന്നും പിന്നെ പോയില്ല. എന്തായാലും നല്ല രസമായിരുന്നു. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. മക്കളൊക്കെ അവിടെ കിടത്തം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കിടക്കണു, മറിയണു, തിരിയണു, അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് ഇവിടെ ഒരു സീൻ കിട്ടി. ഇവിടെ ഒരു അമ്മൂമ്മ ഭയങ്കരമായിട്ട് നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് കേട്ടോ. അവർ കണ്ടോ എത്ര അടിപൊളിയായിട്ട് അവരത് എൻജോയ് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ അത്ഭുതം. കാരണം കാലിൽ വെള്ളം ആവരുതേന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തർ കരയിൽ കയറി നിൽക്കണം. പക്ഷേ ഈ ഒരു സ്ത്രീ എത്ര ദൂരത്ത് പോയി എന്ന് പറയാം. അവർ വിസിലടിച്ചിട്ടാണ് പിന്നെ അവർ തിരിച്ചു വന്നത്. ഓരോ തിരയിലും ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. തടിയില്ലാത്തതുകൊണ്ട് തന്നെ അവർ പറന്ന് വരുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു വെള്ളത്തിൽ കിടന്ന് കാണിക്കുന്നത് കാണാൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെയും വീണ്ടും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് നമ്മൾ ആ ഒരു അമ്പലത്തിനകത്തോട്ട് കയറുകയാണ് കേട്ടോ. അതിനകത്തോട്ട് കയറുമ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ ആനകളുടെ പ്രതിമയുണ്ട്. രണ്ട് സൈഡിലും 4 സൈഡിൽ കണ്ടു ഇതുപോലെ ഇങ്ങനെ ആനയുടെ പ്രതിമയുണ്ട്. അത് നല്ല ഭംഗിയുണ്ട്. പിന്നെ അതിനകത്ത് ഇതുപോലെ ചെറിയ അമ്പലങ്ങളുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പണ്ടൊക്കെ ആണെങ്കിൽ ഞാനിത് സ്വർണ്ണത്തിൻ്റെ അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ലല്ലോ. നമുക്ക് കുറച്ചൊക്കെ ബുദ്ധി വന്നില്ലേ. ഇത് നമ്മൾ മഞ്ഞ കളറിലെ പെയിൻ്റ് അടിച്ചതാട്ടോ. പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്തായാലും നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കണ്ട ഓരോ സംഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു അത്ഭുതത്തിലായിരുന്നു ഞാൻ. എന്തായാലും നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു. ഞാനെല്ലാം ഒപ്പി വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുവരെ അങ്ങോട്ട് പോകാൻ പറ്റാത്ത ആളുകൾക്ക് വീഡിയോയിലെങ്കിലും കണ്ടിട്ട് അവർ അത് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോയിലെല്ലാം ഞാൻ പകർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ വലിയൊരു പാറ കണ്ടു. ആ പാറയിലാണ് തോന്നുന്നുണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇതുണ്ട്, ഇവിടെയൊക്കെ പാറ തന്നെയാണ്. പിന്നെ അതിന് കുറച്ച് അപ്പുറത്തായിട്ടാണ് നമ്മുടെ ശിവൻ്റെ ആ ഒരു പ്രതിമ. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പിന്നെ വേറെ എൻട്രിയാണ്. അപ്പോൾ പിന്നെ അതിലൂടെ അങ്ങോട്ട് കയറി പോകാൻ കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് ട്രെയിനിൻ്റെ ടൈം ആയിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. 7:30 ആകുമ്പോഴേക്കും ട്രെയിൻ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് എത്തണം എന്ന്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇത് കാണാതെ ഇത്രയും ദൂരം നമ്മൾ വന്നിട്ട് ഇത് കാണാണ്ട് എങ്ങനെ പോവുക. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്പീഡിൽ പോവാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ എത്തുമ്പോഴാണ് അത്ഭുതം. നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളെ ഫഹദ് ഫാസിൽ പറഞ്ഞ പോലെ ഡാ മോനെ പറയും നമ്മൾ. കാരണം അടിപൊളി സ്ഥലം. ആ ബീച്ച് ഉണ്ടല്ലോ, ബീച്ച് മൊത്തം നമുക്ക് ഇങ്ങനെ കാണാമായിരുന്നു. പരന്ന് കിടക്കുകയാണ്. അത് നടുക്കായിട്ട് ചുറ്റുഭാഗം ബീച്ച്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. എന്തൊരു രസമായിട്ടാണ് കണ്ടോ, നിരന്നിങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കാണുമ്പോഴത്തേനും പേടിയാവുമല്ലേ. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോരണം. അപ്പോൾ ഏതായാലും ഇവിടെ വരെ കയറതില്ല. അപ്പോൾ നമുക്ക് അതിനകത്ത് എന്തൊക്കെയുണ്ട് സംഭവങ്ങളെന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ശിവൻ്റെ പ്രതിമയ്ക്കകത്ത് 20 രൂപ 30 രൂപയ്ക്ക് വെച്ചിട്ട് ടിക്കറ്റ് ഉണ്ട്. അതെടുത്തിട്ട് അതിനകത്തോട്ട് കയറണം. അതിനകത്തോട്ട് കയറി തിരിച്ചിറങ്ങും കേട്ടോ. അതിനകത്തുള്ള സംഭവങ്ങൾ നമ്മൾ ഇങ്ങനെയൊക്കെ കുറച്ച് പ്രതിമകൾ തന്നെയാണ് കേട്ടോ. ഇത്രയല്ല, ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് പിന്നെ തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ച് ഞങ്ങൾ ട്രെയിനിൽ കയറിയപ്പോൾ ലോക്കൽ കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കാനൊന്നും സീറ്റ് ഇട്ടില്ല. ഇവരൊക്കെ ഞങ്ങളെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല കേട്ടോ. നമുക്ക് എണീറ്റേ തരുന്നില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും 2 പേർക്ക് മനസ്സലിവ് തോന്നി ഞങ്ങൾക്ക് എണീറ്റ് തന്നു. അങ്ങനെ 2 സീറ്റ് ആദ്യം കിട്ടി. പിന്നെ ആ കമ്പാർട്ട്മെൻറ്റ് മൊത്തം ഞങ്ങൾക്ക് തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ നല്ല ഫ്രീ ആയിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു. തിരിച്ച് വീടെത്താറായപ്പോഴേക്കും നല്ല മഴ. പിന്നെ അപ്പോഴേക്കും പുലർച്ചെ 2:30-ക്കാണ് ഞങ്ങൾ ഉടുപ്പിയിലെത്തുന്നത്. ഉടുപ്പിയിൽ നിന്നും പിന്നെ ഞങ്ങൾ ഷൊർണൂർക്ക് നേരിട്ട് കിട്ടി കേട്ടോ. ഷൊർണൂരിൽ എത്തിയപ്പോഴേക്കും രാവിലെ 5 മണി ആവാറായി. അപ്പോഴേക്കും ഞങ്ങളുടെ ഓട്ടോ വന്നു. പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ കയറി തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.